ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷം? സുഖമല്ലേ? ഞങ്ങൾ വല്ലാതെ വലിച്ചു നീട്ടുന്നില്ല. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ പുതിയ വീഡിയോ കണ്ടിട്ട് വായോ. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. ഞങ്ങളുടെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ പുറത്ത് പോയിട്ട് ബസ്സിൽ തിരിച്ചു വരുമായിരുന്നു. നോക്കുമ്പോൾ നല്ല മഴക്കാറായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഞാനൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എന്ത് ഇങ്ങനെ ഡാർക്ക് ബ്ലാക്ക് കളറിലാണ് വന്നിരുന്നത്. അത്ര ഇരുട്ട് കുത്തിയിട്ടാണ് മഴ വരുന്നത്. ഇപ്പം എല്ലായിടത്തും നല്ല മഴയാണല്ലോ. സൂര്യനൊക്കെ ഒളിച്ചിരിക്കുക തോന്നുന്നുണ്ട്. തണുപ്പും മഴയാണ് മൊത്തത്തിൽ. ആകെ ക്ലൈമറ്റൊക്കെ ആകെ മാറി. അപ്പോൾ ഞാൻ ബസ്സിൽ പാട്ടും വെച്ചിട്ടുണ്ട്. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. നല്ലൊരു ക്ലൈമറ്റ്. അപ്പോൾ ഞാൻ ഫോണിൽ എന്തായാലും ഈ മേഘങ്ങളൊക്കെ കറുത്ത് നിൽക്കുന്നത് ഫോട്ടോ എടുക്കാൻ വിചാരിച്ചു, വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് കൂടിയൊക്കെ ഒന്ന് കാണിച്ചു തരാമല്ലോ എന്ന് കരുതി. അങ്ങനെ ഞാൻ ചങ്ങരംകുളത്ത് പോയിട്ട് തിരിച്ചു വരുമായിരുന്നു. പിന്നെ വീട്ടിലെത്തിയപ്പോൾ അതിശക്തമായ കാറ്റും മഴയുമായിരുന്നു ഗായ്സ്. ഞാൻ വിചാരിച്ചില്ല ആ കെട്ടി നിൽക്കുന്ന മഴക്കാർക്ക് ഇത്ര ശക്തിയിൽ പെയ്യുമെന്ന്. എന്തൊരു കാറ്റിന് വീഡിയോയിലൊന്നും അങ്ങനെ കാണുന്നില്ല ശരിക്കും പറഞ്ഞാൽ കേട്ടോ. അത്രയും മരങ്ങളൊക്കെ അങ്ങനെ ശക്തിയിൽ കാട്ടിൽ താടുണ്ടായിരുന്നു കേട്ടോ. മഴ വലിയ ശക്തിയിൽ പെയ്തിട്ടില്ലെങ്കിലും കാറ്റ് നല്ലോണം ഉണ്ടായിരുന്നു. അത് ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് തോന്നുന്നുണ്ട് വല്ലാണ്ട് വീഡിയോയിൽ കാണാൻ. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇനി മഴ പെയ്യുമ്പോൾ ചൂട് കട്ടൻ ചായയും ചൂട് പഴംപൊരി ഉള്ളിവട അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി തിന്നാൻ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉള്ളിവട ഉണ്ടാക്കാൻ വിചാരിച്ചു ആദ്യം. അങ്ങനെ അകത്തേക്ക് പോയിട്ട് നോക്കി നോക്കുമ്പോൾ പഴം ഇരിക്കുന്നുണ്ടായിരുന്നു. പഴുത്ത പഴം ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉള്ളിവട വേണ്ട, ഉള്ളിവട നമുക്ക് വേറൊരു ദിവസം ഉണ്ടാക്കാം. ഇന്ന് നമുക്ക് പഴംപൊരി ഉണ്ടാക്കാമെന്ന് കരുതി ഞാൻ. എന്നിട്ട് അടുക്കളയിൽ പോയിട്ട് കാണാം. അങ്ങനെ അടുപ്പത്ത് ഓയിലൊക്കെ ഒഴിച്ച് ചൂടാവാൻ സെറ്റ് ചെയ്ത് പഴം അരിഞ്ഞ് വെച്ച് അരിപ്പൊടിയും മൈദയും മഞ്ഞൾപ്പൊടി തരിപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ച് ഞാൻ പഴംപൊരി ഉണ്ടാക്കാനുള്ള മാവ് കലക്കി വെച്ച് അങ്ങനെ പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പഴംപൊരി ഉണ്ടാക്കാട്ടെ കേട്ടോ എന്നൊക്കെ പറഞ്ഞു തരികയാണ് ഞാൻ. മാവും പഴമൊക്കെ കാണിച്ചു തരിക. അങ്ങനെ എണ്ണ ചൂടായി കൊണ്ടിരിക്കുകയാണ്. എണ്ണ നല്ലോണം ചൂടായിട്ട് പഴം മുക്കിയിട്ടാലാണ് അത് വൃത്തിക്ക് കിട്ടുള്ളൂ. ഇല്ല വെച്ചാൽ പഴംപൊരി രസം ഉണ്ടാവില്ല. ആ ചൂട് എണ്ണയിലുണ്ട് ഇട്ട് കഴിഞ്ഞാൽ പഴംപൊരി വൃത്തിയിൽ കിട്ടും. അപ്പോൾ ഞാൻ എണ്ണ ചൂടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എണ്ണ നല്ലോണം ചൂടായി വന്ന് തോന്നുന്നു. നമുക്ക് പഴം മാവിൽ മുക്കിയിട്ട് കുറച്ചേശ് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ പഴം മുക്കി ഓയിലൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല തിളച്ച എണ്ണയാണ്. നമ്മൾ തിളച്ച എണ്ണയിലൊക്കെ കളിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. മേലേക്ക് തെറിക്കുകയോ പാത്രം തട്ടി വീഴുകയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പഴംപൊരി തിന്നാൻ ആളുണ്ടായി എന്ന് വരില്ല. അതുകൊണ്ടാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. അങ്ങനെ പഴംപൊരി അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ചൂടായിക്കൊണ്ടിരിക്കട്ടെ. നല്ലോണം വെന്തതിന് ശേഷം നമുക്ക് പഴംപൊരി കുത്തിയെടുക്കാം കേട്ടോ. ഇത് ഏകദേശമൊക്കെ ആയിന്ന് കണ്ടപ്പം വ്യത്യാസമൊക്കെ വരൽ തുടങ്ങി. പിന്നെ കുറേ ടൈമിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ കുത്തിയെടുത്തിട്ട് അത്യാവശ്യം പഴം ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇരുന്ന് കഴിഞ്ഞാൽ പഴമൊക്കെ ചീഞ്ഞ് പോകും. അപ്പോൾ എനിക്ക് തോന്നി വേണ്ട, ഉണ്ടാക്കി വെച്ചാൽ പിന്നെ തിന്നോളും. ഞാനും അമ്മയും കഴിക്കും കേട്ടോ. ഇഷ്ടമുള്ളത് തന്നെ ഇരുന്ന് ചായക്ക് കഴിക്കും. അപ്പോൾ പിന്നെ എല്ലാ പഴമുണ്ട് എടുത്ത്, എല്ലാ പഴം 5-6 പഴം തോന്നുന്നുണ്ട്. അപ്പോൾ ആ പഴമൊക്കെ എടുത്ത് അരിഞ്ഞ് വെച്ച് ഞാൻ മാവിലും മുക്കി പൊടിച്ച് ഒരു വിശപ്പിൽ തുടങ്ങി. വൈകുന്നേരം മഴയും തണുപ്പൊക്കെ ഭയങ്കര വിശപ്പാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തിന്നണം ഉച്ചയ്ക്ക് ശേഷം. എണ്ണപ്പലഹാരങ്ങൾ തിന്നത് നല്ലതൊന്നുമല്ല കേട്ടോ, ശരീരത്തിന് ഒട്ടും നല്ലതല്ല. പക്ഷെ വല്ലപ്പോഴൊക്കെ തിന്നണോട് കുഴപ്പമൊന്നുമില്ല വെച്ചിട്ട് ആരെ തിന്നാണ്ടിരിക്കുക. ഇടയ്ക്കൊക്കെ തിന്നതൊക്കെ രസമാണ്. ഞാനിങ്ങനെ പഴംപൊരി അല്ലെങ്കിൽ ഉള്ളിവട അങ്ങനത്തൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കും വീട്ടിൽ വൈകുന്നേരം കഴിക്കാനൊക്കെ കേട്ടോ. ഇടയ്ക്ക് എപ്പോഴൊന്നുമില്ല, ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഞാൻ അരിഞ്ഞിച്ച മാവൊക്കെ മാവല്ല അരിഞ്ഞിച്ച പഴമൊക്കെ മാവിൽ മുക്കിയിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ അത് ഉണ്ടാക്കി തീരട്ടെ കേട്ടോ. അത്യാവശ്യമുണ്ട്.
അതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി പറയാം കേട്ടോ. അങ്ങനെ എല്ലാ പഴം മുറിച്ചതും ഉണ്ടാക്കിയിട്ടോ. ബാക്കി 2 കഷ്ണം പഴം ബാക്കി. പിന്നെ മോൻ്റെ അംഗൻവാടിയിൽ നിന്ന് നല്ല ഗോതമ്പ് ഉപ്മാവ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണല്ലോ. നമുക്ക് പഴയ നമ്മുടെ കുട്ടിക്കാലമൊക്കെ ഓർമ്മ വരും. അംഗൻവാടി പോയി വരുമ്പോൾ അവൻ ഗോതമ്പ് ഉപ്മാവ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊരു സ്പൂണെടുത്ത് കഴിച്ച് നോക്കുകയാണ് ടേസ്റ്റ് ഉണ്ടാകുന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചായ വെച്ചിട്ടുണ്ടായിരുന്നു അടുപ്പത്ത്. അങ്ങനെ ചായ കുറച്ച് നേരത്തെ തണവായ കാരണം വേഗം ചൂടാകും. അപ്പോൾ ചായ ഒന്ന് ചൂടാക്കി. ഞാൻ ചായ കുടിക്കില്ല, അത് അമ്മയ്ക്കുള്ള ചായ കേട്ടോ. ചായ മധുരം ആയതുകൊണ്ട് പരമാവധി ഞാൻ ഒഴിവാക്കുള്ളൂ. അമ്മയ്ക്ക് ചായ ഒഴിച്ച് എന്നിട്ട് ഞങ്ങൾ രണ്ടാളും ചോറാണെങ്കിലും ചായ ഞങ്ങൾ ഒരുമിച്ച് തന്നെ കഴിക്കാറ്. ചായ കൊണ്ടുവച്ച് മേശപ്പുറത്ത് പഴംപൊരി കൊണ്ടുവച്ച്, പിന്നെ ഉണ്ണിയുടെ അംഗൻവാടിത്തെ ഉപ്മാവ് അത് എനിക്കും അമ്മയ്ക്കും പകുതി ഒരു പാത്രത്തിലാക്കി. ഞാൻ ഉപ്മാവ് കഴിക്കും, അമ്മയ്ക്കും നല്ല ഇഷ്ടം ഉപ്മാവ്. ഇടയ്ക്ക് കഴിക്കുള്ളൂ കേട്ടോ. ഞാൻ ചായ കുടിച്ച് എനിക്ക് ദിവസം അടിപൊളി ദിവസമായിരുന്നു.